ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൂഡീസിന്റെ ഹിസ്റ്റോറിക്കൽ ഡൗൺഗ്രേഡിംഗ് അതിൻ്റെ ഒരു ഷോക്കിൽ നിന്നും US മാർക്കറ്റ് ഇപ്പോഴും പൂർണ്ണമായിട്ടും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് നമുക്കതിൻ്റെ US ഫ്യൂച്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡോളർ ഇൻഡെക്സ് ആണെങ്കിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ നെഗറ്റീവായിട്ട് നിന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ആ ഒരു സെന്റിമെന്റ്സ് അതിന് ചൂട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് വലിയൊരു താഴ്ചയിലേക്ക് നിഫ്റ്റി പോയത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, നേരിയ തോതിലാണെങ്കിലും FIIയും DIAയും ഇന്നലെ സെല്ലിംഗ് ആയിരുന്നു നടത്തിയത്. മാർക്കറ്റിൽ അവർ ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ് സെല്ലിങ് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് നിൽക്കേണ്ട US ഇന്ത്യ ട്രേഡ് ഡീൽ, അതുമായി ബന്ധപ്പെട്ട യാതൊരു അനൗൺസ്മെന്റും ഒഫീഷ്യലായിട്ട് വരുന്നില്ല എന്നത് മാർക്കറ്റിന് അതിൻ്റെ മൊമെന്റം നിലനിർത്താൻ പറ്റാതെ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും അതേപോലെ തന്നെ സെല്ലിംഗ് പ്രഷറും നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും. ഇന്ന് നമ്മൾ കാണുന്നത് FII DIA ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10,000 crore ഒരു വമ്പിച്ച സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, മെയ് മാസം കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്തുകൊണ്ടിരുന്ന അവർ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ മാസത്തെ ഏറ്റവും വലിയ സിംഗിൾ ഡേ നെറ്റ് സെല്ലിംഗ് ആണ് FIIs ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കൂടുതൽ വീക്കായി വന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ബ്രോഡ് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 64% സ്റ്റോക്കുകളും ഇന്ന് ഡിക്ലൈൻ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ അക്രോസ് മാർക്കറ്റ് ക്യാപ്പ്, അത് സ്മോൾ ക്യാപ്പ് ആവട്ടെ, മിഡ് ക്യാപ്പ് ആവട്ടെ, മൈക്രോ ക്യാപ്പ് ആവട്ടെ, എല്ലാറ്റിലും ശക്തമായ സെല്ലിംഗ് ആണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി ഓവർ വാല്യൂഡ് ആണ്. ഇതുകൂടാതെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ ഓവർ വാല്യുവേഷൻ വളരെ അപകടകരമായ രീതിയിലുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 24,800 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്ന് 24,600 ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ ഉണ്ട്. ആ ഒരു ലെവലിൽ നിഫ്റ്റി നിൽക്കുമോ എന്നാണ് ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ഇന്ന് മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് സെഗ്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഒരു മൊമെന്റം ഉണ്ടാക്കേണ്ടതായിരുന്നു, പക്ഷെ അതവിടെ നടന്നതായിട്ട് കാണുന്നില്ല. അവിടെ നമുക്ക് കാണുകയും നിലവിൽ 2023 RBI റൂൾ പ്രകാരം ഇന്ത്യൻ ബാങ്കുകൾക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ NBFCകൾക്കും ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നില്ല. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് ഈക്വിറ്റി, വെഞ്ചർ ക്യാപിറ്റൽ, ഹെഡ്ജ് ഫണ്ട്സ്, റിയൽ എസ്റ്റേറ്റുകളിൽ, കമോഡിറ്റീസിൽ, ഡെറിവേറ്റീവ്സിൽ, ഇതിലൊക്കെ ബാങ്കിങ്ങിനും NBFCക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായ ഡയറക്ഷൻസും റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2024 അത് ചെറിയ തോതിൽ റിലാക്സ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതേ ഈക്വൽ എമൗണ്ട് പ്രൊവിഷൻ 100% പ്രൊവിഷൻ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ടായിരുന്നു. ഇത് ബാങ്കിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഇന്നലെ RBI ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുള്ളത്. കാരണം അവർക്ക് ഇനി 10% വരെ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ 5% കോർപ്പസ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. അവർ വേറൊരു പ്രൊവിഷൻ അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വലിയൊരു തുക ബാങ്കുകൾക്ക് റിലീസായി കിട്ടുകയാണ്. അപ്പോൾ ഒരു ബാങ്ക് അവർക്ക് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ 5% വീതം 10 പല എൻറ്റിറ്റികളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വലിയൊരു തുക അവർക്ക് AIFൽ യാതൊരു പ്രൊവിഷനും ഇല്ലാതെ നിക്ഷേപിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബാങ്കുകളുടെയും NBFCകളുടെയും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻകം നേടാൻ അത് സഹായിക്കുകയും ചെയ്യും എന്നാണ് ഈ ഒരു റിലാക്സ് ചെയ്യപ്പെട്ട നോംസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരം ഒരു ന്യൂസിനെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ല എന്നാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റിലുള്ള അവിടെയും വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും സെല്ലിംഗ് പ്രഷറുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിലെ 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാം. ഒന്ന് വോഡഫോൺ ഐഡിയ ആണ്. അതിൻ്റെ ഫോൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ അപ്രോച്ച് ചെയ്തിരുന്നു. അതായത് അവരുടെ AGR അഥവാ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ ഏതെങ്കിലും വിധത്തിലുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഏതെങ്കിലും മേഖലയിൽ നിന്ന് കിട്ടാതെ അവർക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാണ് അവർ സുപ്രീം കോടതി സമീപിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ടെലികോം ഓപ്പറേറ്റേഴ്സ് മാൻഡേറ്ററി ആയിട്ട് അടക്കേണ്ട തുകയാണ് ഈ AGR എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 18,000 കോടിയുടെ ഒരു ഡ്യൂ ഓൾറെഡി മാർച്ച് 2026 ഇവർ
ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആയിട്ട് വോഡഫോൺ ഐഡിയ ഗവൺമെൻറ്റിന് നൽകാൻ ബാക്കി നിൽക്കുകയാണ്. നമുക്കറിയാം വോഡഫോൺ ഐഡിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ശ്രമങ്ങളും ഗവൺമെൻറ് നടത്തിയിരുന്നു. വലിയ തോതിൽ കടബാധ്യതകളായി നിൽക്കുന്ന അവരുടെ ഇൻകം മുഴുവൻ ഇൻട്രസ്റ്റ് അടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് നമുക്ക് വോഡഫോൺ ഐഡിയ കാണാൻ കഴിയുക. അപ്പോൾ അവരുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കടം അത് ഈക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ സ്റ്റേക്ക് നേടിയിരുന്നു. അതിനുശേഷമാണ് ഈ സ്റ്റോക്കിൽ നേരിയൊരു ഉണർവുണ്ടായത്. അങ്ങനെ ഗവൺമെൻറ് ഈ വോഡഫോൺ ഐഡിയയിൽ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രൊമോട്ടർ ആയിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റാണ്. പക്ഷേ ഗവൺമെൻറ് അത്തരത്തിലുള്ള പ്രൊമോട്ടർ പൊസിഷൻ വേണ്ട എന്നും അത് ഇവർക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഇപ്പോൾ 17% വോഡഫോൺ ഗ്രൂപ്പിനും 18% ആദിത്യ ബിർള ഗ്രൂപ്പിനുമാണ് ഉള്ളത്. അപ്പോൾ അവരാണ് ഇപ്പോഴും പ്രൊമോട്ടേഴ്സായിട്ട് തുടരുന്നത്. പക്ഷെ അവർക്കും ഈ കമ്പനിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ ഭാരതി എയർടെലും റിലയൻസ് ജിയോയും ഓൾറെഡി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ വോഡഫോൺ ഐഡിയ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇല്ലാതാകുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും ഗവൺമെൻറ് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്തരത്തിലൊരു മേജർ ഷട്ട് ഡൗൺ നടക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഇല്ലാതാക്കുകയും കൂടാതെ വലിയ തോതിലുള്ള പല വിധത്തിലുള്ള ജോബ് ആളുകൾക്ക് നഷ്ടപ്പെടുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും അതുപോലെ ബാങ്കിങ് സെഗ്മെൻറ്റിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. വലിയ കടം പല ബാങ്കുകളും ഈ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓവറോൾ ഇന്ത്യൻ ടെലികോം സെക്ടറിനെ അത് മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഗവൺമെൻറ്റിന് ഇൻ്റർവെൻഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയിലേക്ക് അടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയും ഇവരെ കൈവിട്ടതുകൊണ്ട് ഇനി ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനം എടുക്കുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊരു സ്റ്റോക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് പ്രോട്ടീൻ ഇ ഗവേണൻസ് എന്ന സ്റ്റോക്കാണ്. ഇത് NSDLൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി ആയിരുന്നു. അപ്പോൾ ഈ പ്രോട്ടീൻ ഇ ഗവേണൻസിൻ്റെ കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ബിസിനസ് മുഴുവൻ ഗവൺമെൻറ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് നാഷണൽ പെൻഷൻ സ്കീം, ഇൻകം ടാക്സ് സർവീസ് പോലെയുള്ള സർവീസുകളാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. പാൻ കാർഡുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ സർവീസാണ് ഇവരുടെ റവന്യൂവിൻ്റെ ഏകദേശം 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നെക്സ്റ്റ് റൗണ്ടിലേക്കുള്ള ഈ പാൻ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ഇവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച ഒരു ഡോക്യുമെൻറ്റിൽ ഈ പ്രോട്ടീൻ ഓൾറെഡി അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള ക്രാഷാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നും അത് 8% താഴത്തേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ ഈ വരാൻ പോകുന്ന FY26 ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വലിയ തോതിൽ ഈ പ്രോട്ടീനെ ബാധിക്കുകയില്ലെങ്കിലും അതിന് വരാൻ പോകുന്ന അടുത്ത FY27 അത് വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ റവന്യൂവിനെ അത് 75 മുതൽ 100% വരെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് അടുത്ത 2-3 വർഷങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു സ്പെക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കിൽ വലിയൊരു ക്രാഷ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം ഏതൊരു കമ്പനിയും ക്ലയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം അവരുടെ മേജർ റവന്യൂ ഏതെങ്കിലും ഒരു സിംഗിൾ ക്ലയൻറ്റിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ അവരുടെ അടുക്കൽ വേറെ പ്ലാൻ ബികൾ ഉണ്ടായിരിക്കാം. അത്തരം പ്ലാൻ ബി ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ റവന്യൂ തിരിച്ചു പിടിക്കാനുള്ള മറ്റ് റവന്യൂ സോഴ്സുകളിലേക്ക് ഇവർ പോകേണ്ടതുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് മാത്രമാണ് ഇപ്പോൾ നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.